ഈ ഒരു വിൻ്റർ സീസണിൽ ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആയി കണ്ടുവരുന്നുണ്ട്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഡ്രൈനെസ് മാറ്റാനുള്ള കുറേ ടിപ്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബോഡിയിൽ, കയ്യിൽ, കാലിൽ, കഴുത്തിൻ്റെ അവിടെ, വയറിൻ്റെ അവിടെയൊക്കെ നമുക്കിതുപോലെ ഡ്രൈനെസ് ഉണ്ടാവാറുണ്ട്. നമുക്കിങ്ങനെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും ചില സമയത്ത് ഡ്രൈനെസ് ഉണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. കയ്യിലൊന്ന് ഉരച്ച് നോക്കുമ്പോൾ, കാലിലൊക്കെ ഉരച്ച് നോക്കുമ്പോൾ അത് വെള്ള വര പോലെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. മുഴുവനും കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ വെള്ള വര പോലെയൊക്കെ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഡ്രൈ സ്കിൻ ഉള്ളത് കൊണ്ടാണ്. ചിലപ്പോൾ അത് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൊറിച്ചിൽ പോലെയൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് വേസ്റ്റ് ആയിട്ടുണ്ട്, കണ്ടീഷൻ വളരെ മോശമാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെയൊക്കെ കാണിക്കാം. അതല്ല, നിങ്ങളിപ്പോൾ തുടക്കക്കാരാണ്, നിങ്ങൾക്ക് ഹോം റെമഡീസ് ചെയ്ത് മാറുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഈ ഒരു ഹോം റെമഡി നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഡെഡ് സെൽസ്, അതുപോലെ തന്നെ വരണ്ട ചർമ്മം കുറേ ഉണ്ടായിരിക്കും, പൊടി പോലെയൊക്കെ നമ്മുടെ സ്കിൻ ഉണ്ടായിരിക്കും. അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നല്ല ഒരു സ്ക്രബ് യൂസ് ചെയ്യുക. ഡ്രൈ ആയിട്ടുള്ള സ്ക്രബൊന്നും യൂസ് ചെയ്യരുത്. നമ്മൾ യൂസ് ചെയ്യേണ്ടത് നന്നായിട്ട് മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള, ഹൈലി നറിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രബ് തന്നെ യൂസ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് പഞ്ചസാരയാണ്. ഇതിൽ നല്ല കട്ടിയുള്ള തരികളുണ്ടാവും. അപ്പോൾ കാലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, മുട്ടിൻ്റെ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രബ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. പാരച്യൂട്ടിൻ്റെ ഏത് വേണോ, നിങ്ങളുടെ കയ്യിൽ ഏത് കോക്കനട്ട് ഓയിലാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കോക്കനട്ട് ഓയിൽ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കറിക്കൊന്നും എടുക്കുന്ന ഓയിൽ എടുക്കരുത്. അതിന് പകരം നിങ്ങൾക്ക് ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓയിൽ മാത്രം യൂസ് ചെയ്യുക. ഏറ്റവും എളുപ്പത്തിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത് കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ അപ്പ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് നല്ല ഒരു സ്ക്രബിങ് എഫക്റ്റ് തരാനും ഹെൽപ്പ് ചെയ്യും. ഇത് വെച്ച് നന്നായിട്ട് സ്കിന്നൊന്ന് എക്സ്ഫോളിയേറ്റ്. ഞാൻ ഓൾറെഡി സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്തായിരുന്നു, പക്ഷേ ആ സമയത്ത് ക്യാമറ ഓഫായി പോയി. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടെ കാണിച്ചു തരാം. ഞാൻ കയ്യിലാണ് കാണിച്ചു തരുന്നത്, പക്ഷെ നിങ്ങൾക്കിത് കാലിൽ യൂസ് ചെയ്യാം, മുട്ടിൻ്റെ അവിടെയൊക്കെ യൂസ് ചെയ്യാം. കാലിലെന്ന് പറഞ്ഞാൽ കാൽ പത്തിയിൽ മാത്രമല്ല, കയ്യിലും അതുപോലെ തന്നെ മുകളിലോട്ടൊക്കെ നമുക്ക് സ്കിന്നിൽ സ്ക്രബ് ചെയ്യാനായിട്ട് ഈ ഒരു സംഭവം യൂസ് ചെയ്യാം. ഫുൾ ബോഡി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പാക്കാണ്. ഇത് നമ്മൾ കുളിക്കുന്ന സമയത്താണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം നനച്ചിട്ട് ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യുക. നന്നായിട്ട് നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഒരുപാട് ഉരച്ചൊരച്ച് തേക്കരുത്. ഇതൊരു റുട്ടീനാക്കി മാറ്റുക. ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു റുട്ടീൻ ചെയ്താൽ മതി. എന്നിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് ജെൻറ്റിലായിട്ട് വേണം മസാജ് കൊടുക്കാനായിട്ട്. ഓയിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ജെൻറ്റിലായിരിക്കും, സ്ലിപ്പറി ആയിരിക്കും, ഒട്ടും തന്നെ സ്കിന്നിനെ ഹാർഷ് ആക്കത്തില്ല. അതുകൊണ്ട് നല്ല രീതിയിലൊരു പതിയെ, ഞാനിപ്പോൾ ചെയ്യുന്നില്ലേ, സ്പീഡാക്കി ഒന്നുമല്ല കാണിക്കുന്നത്, സ്ലോ ആക്കിയിട്ടുമില്ല, നാച്ചുറലി എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. സിമ്പിൾ ഒരു മസാജ് കൊടുത്തിട്ട് വെള്ളം മാത്രം യൂസ് ചെയ്ത് ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നൊന്ന് നറിഷ് ചെയ്യാനും അതിന് നല്ല തിളക്കം കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ്. ഇപ്പം തന്നെ കണ്ടോ, നന്നായിട്ട് സ്കിൻ മോയ്സ്ചറൈസ് ആയിട്ടുണ്ട്. ഡ്രൈ സ്കിന്നൊക്കെ പോയി നമ്മുടെ ശരിക്കുള്ള സ്കിന്ന് നന്നായിട്ട് നറിഷായി ഇരിപ്പുണ്ട്. ഇനി ഇതൊന്ന് റെജുവിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് കട്ട തൈര് വേണം. നല്ല തൈരെടുക്കുക. തൈരെടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ സ്കിന്നിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. വേറെ ഒന്നും നിങ്ങൾ ചേർക്കണ്ട, തൈര് മാത്രം യൂസ് ചെയ്താൽ മതി. നമുക്കിപ്പം കാലിൻ്റെ അവിടെ, കൈയുടെ അവിടെ എക്സ്പോസ് ആവുന്ന ഭാഗമാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സൺ ടാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മാറാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്കിൻ നറിഷ് ചെയ്യാനും, ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും എക്സ്പോസ് ആവുന്ന ഭാഗത്ത് പൊടിയും അഴുക്കും പറ്റാനും, സൺഡേയിലേറ്റ് സ്കിൻ ഡാമേജ് ആവാനും, അതുപോലെ തന്നെ കാറ്റ് പെട്ടെന്ന് അടിക്കുന്ന സ്ഥലമല്ല, എക്സ്പോസ് ആണ്, അതുകൊണ്ട് തന്നെ ഡ്രൈ ആവാനും ഉള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ആ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾ നന്നായിട്ട് തൈര് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫുൾ ബോഡി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പ് സ്ക്രബിങ് ഉണ്ടല്ലോ, അത് നിങ്ങൾ കമ്പൽസറി ചെയ്തിരിക്കണം. കാര്യം നമ്മളതിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് നറിഷും ചെയ്യുന്നുണ്ട്. ഇതൊരു എക്സ്ട്രാ കെയർ ആണ്. ഇത് രണ്ടും കൂടെ നിങ്ങൾ ചെയ്താൽ നന്നായിട്ട് നമ്മുടെ ഡ്രൈനെസ്സും അതുപോലെ തന്നെ ഡെഡ് സെൽസും ഒക്കെ റിമൂവ് ചെയ്യാനും സ്കിൻ ഒന്ന്
പുനർജീവിപ്പിച്ചെടുക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇതുപോലെ ചെറിയൊരു ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് സോപ്പ് യൂസ് ചെയ്ത് നമ്മൾ കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്യില്ലേ, അതുപോലെ സോപ്പോ മീൻസ് ബോഡി വാഷോ എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് വെച്ച് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ഒത്തിരി ഓയിൽ നമ്മുടെ സ്കിന്നിലോട്ട് ഇരിക്കുന്നത് മാത്രം നല്ലതല്ല. അതുകൊണ്ട് ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് സ്ക്രബ് ചെയ്ത് പാക്കൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഫുൾ ബോഡി ക്ലീൻ ചെയ്യുക. ഇതൊക്കെ വാഷ് ചെയ്ത് കളയാം. ഓക്കെ, എന്നിരുന്നാൽ പോലും നമ്മുടെ സ്കിന്നിൽ ചെറിയൊരു മോയ്സ്ചറൈസേഷൻ അവിടെ തന്നെ അവശേഷിക്കും. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ മുന്നേ ഒരിക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, സ്കിൻ ഗ്ലോ ആവാൻ വേണ്ടി പറ്റിയ അടിപൊളി ഒരു മോയ്സ്ചറൈസർ. നമ്മളിത് ഹോം മെയ്ഡായിട്ട് ചെയ്ത ഒരു ബോഡി ക്രീമാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ അപ്പ് ആവാനും വൈറ്റൻ ചെയ്യാനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. അപ്പോൾ തന്നെ സ്കിൻ നന്നായിട്ട് യങ് ഗ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതും നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. സൂപ്പർ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. നമ്മൾ തന്നെ നമ്മുടെ ബോഡീനെ അങ്ങ് സ്നേഹിച്ച് തുടങ്ങും ഈ ഒരു സംഭവമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഈ ഒരു മോയ്സ്ചറൈസേഷൻ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യണം. രാവിലെയും രാത്രിയും മുടങ്ങാതെ ഇത് നിങ്ങൾ ചെയ്യണം. പിന്നെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്താലും മതി. രാത്രി കൃത്യം ഇത് തന്നെ നിങ്ങൾ ഇട്ടിട്ട് വേണം കിടക്കാനായിട്ട്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ എല്ലാ ഡ്രൈനെസ്സും ഡെഡ് സെൽസും എല്ലാം മാറി നല്ല അടിപൊളി ഗ്ലോയിങ് സ്കിൻ, നല്ല മെഴുകു പ്രതിമ പോലെ നിങ്ങളുണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഫുൾ ബോഡി നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.